ഇന്ന് നമ്മളൊരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനതിന് ഓറഞ്ചും ഗ്രീനും വൈറ്റും പേപ്പർ എടുത്തിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് എന്തായാലും ഈ ഒരു കളറല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിന് കളർ ചേഞ്ച് ഒന്നും എന്തായാലും പറ്റില്ല. അപ്പോൾ ഞാൻ അതിൽ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു A4 സൈസ് ആയിരുന്നു. അപ്പോൾ ഞാനത് പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു A4 ഷീറ്റ് പേപ്പറിൻ്റെ ഒരു 4 ഭാഗമുള്ള ഒരു ടൈപ്പ് സൈസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ 3 കളേഴ്സും ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് അതൊരു 3 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഒരേ സൈസിലുള്ള 3 സ്ട്രിപ്പ് പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആദ്യം ആ ഒരു 3ആയിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക. അത് കറക്റ്റ് ഫോൾഡായി കഴിഞ്ഞിട്ട് നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഗ്രീനും ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചും ഗ്രീനും ഓരോ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ ഈ പേപ്പറിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്ലാഗിൻ്റെ ഒരു ഇതിലാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ആ ഒരു ഓറഞ്ച് സ്ട്രിപ്പ് എടുത്തിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ആ ഒരു പേപ്പറിൻ്റെ മേലെ ഭാഗം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ ആ ഒരു ഗ്രീൻ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നമ്മളൊന്നിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് നീറ്റാക്കി എടുക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു നീറ്റായിട്ട് തന്നെ ഉണ്ടല്ലേ. ആ ഒരു നടുക്കൊക്കെ കറക്റ്റ് സൈസ് തന്നെ ആയി വന്നിട്ടുണ്ട് ആ ഒരു വൈറ്റൊക്കെ. ഞാൻ ഇതുപോലെ തന്നെ ഒരു 2-3 എണ്ണം കൂടി ഒന്നിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് നല്ലൊരു ഫ്ലാഗിൻ്റെ ഒരു ഇതിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിപ്പോൾ ഫ്ലാഗായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സൈഡിൽ സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു സ്ട്രോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് ഫ്ലാഗായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്, വേറൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു ഫ്ലാഗ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ പേപ്പർ റോസറ്റൊക്കെ ഉണ്ടാക്കിയ പോലെ ഇങ്ങനെ ഒരുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുറഞ്ഞത് മതിട്ട് ചെറിയൊരു വീതി കുറഞ്ഞ രീതിയിലൊന്നിങ്ങനെ മടക്കിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റായിട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു പേപ്പർ ഇങ്ങനെ കഴിയുന്ന വരെ ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലൈനൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഞാനിങ്ങനെ ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഒരു ക്രാഫ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കിയപ്പം അത് അത്ര പോരാ, കുറച്ചും കൂടി അതിന് വേണം. അപ്പോൾ ഞാൻ പിന്നെ ഒരു 2 എണ്ണം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മളൊരു 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതിങ്ങനെ ഓരോന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് തന്നെ നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളൊരു പേപ്പർ റോസറ്റ് ഉണ്ടാക്കിയിരുന്നില്ല, അത് ഇതേ ഒരു മെത്തേഡിൽ തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഒന്നിങ്ങനെ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അത് റൗണ്ടായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കാരണം അതിൻ്റെ ആ ഒരു സൈസ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു പേപ്പറും കൂടെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു 6 പേപ്പറായിട്ടോ ഇപ്പം. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ റൗണ്ട് ഷേപ്പിലാക്കി വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ആ ഒരു റൗണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും സ്റ്റിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ സ്റ്റിക്ക് വീതം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയ സമയത്ത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി നോക്കുകയാണ്. ആ ഒരു ഫാനിൻ്റെ ഒരു മോഡലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആക്കിയ സമയത്താണ് 2 ഡിഫക്റ്റ് പറ്റിയത്. ഒന്നിങ്ങനെ നമുക്കത് സ്റ്റേണായിട്ട് നിൽക്കുന്നില്ല, കാരണം ആ ഒരു സ്റ്റിക്കിൻ്റെ ഒരു നീളം കുറച്ചൊരു കുറവാണ്. അത് മാത്രമല്ല നമ്മൾ ആ ഒരു ഫ്ലാഗിൻ്റെ ഒരു ഓറഞ്ച് കളർ താഴോട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു ഫാനിന്. അപ്പോൾ പിന്നെ അത് ശരിയാവില്ലല്ലോ, നമുക്ക് ആ ഫ്ലാഗിൻ്റെ ഒരു കുങ്കുമ കളർ മേലെ വേണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒന്നിങ്ങനെ പറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് അവിടെ കുറച്ചൊന്നിങ്ങനെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പേപ്പറല്ല, പൊട്ടിച്ച് കഴിഞ്ഞ സമയത്ത് രണ്ടാമത് പറിക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു സ്റ്റിക്ക് ഒന്നിങ്ങനെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേറൊരു സ്റ്റിക്കും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു നീളത്തിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ 2 സൈഡിലേക്കും വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ആ ഒരു 2 സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു പേപ്പർ ഫാൻ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലാഗിൻ്റെ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആ കുങ്കുമ കളർ മേലെ ഗ്രീന് താഴെ അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആ ഒരു അശോക ചക്രത്തിൻ്റെത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആദ്യം ഒരു ബ്ലൂ സ്കെച്ച് ഇട്ടിട്ട് ഇങ്ങനെ ആ ഒരു വൈറ്റ് ഫോൾഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തൊന്നിങ്ങനെ ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഫ്ലാഗ് പോലെ ഉണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ആ ഒരു വൈറ്റിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒരു അശോക ചക്ര വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറന്നുപോയതാണ്. ഇപ്പോൾ ഇനി നമ്മൾ എങ്ങനെ വരച്ചാലും അത്ര നീറ്റായിട്ട് കിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഈ ഒരു പേപ്പർ ഫാൻ ഇങ്ങനെ പൊതുവേ ഇങ്ങനെ നടുക്ക് സ്റ്റിക്ക് ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കുട്ടികളൊക്കെ കളിക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കത് ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് പേപ്പർ ഫാൻ പോലെ അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അതങ്ങനെ സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഫാൻ പോലെ ആക്കിയിട്ട് ഇങ്ങനെ പൊന്തി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫാൻ പോലെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച നടുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു വൈറ്റ് പേപ്പർ ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആ ഒരു ബ്ലൂ സ്കെച്ച് വെച്ചിട്ട് നമ്മളൊരു അശോക ചക്ര പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു നടുക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ 24 ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അശോക ചക്രം എന്ന് പറയുമ്പോൾ ആ ഒരു 24 ഇങ്ങനെ കാലുകൾ ചേർന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നടുക്ക് കുറച്ചൊരു ബ്ലൂ കളർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയും പിന്നെ അതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ലേസ് പോലെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ലേസായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഞൊറിയായിട്ട് ഇങ്ങനെ കാണാം ആ ഒരു ബ്ലൂ കളറിൽ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതൊന്നിങ്ങനെ ആ ഒരു പേപ്പർ ഫാൻ്റെ നടുക്കൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ആ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടും ആ ഒരു പേപ്പർ ഫാൻ നല്ലൊരു സ്റ്റേണായിട്ട് നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു പേപ്പർ ഫാൻ്റെ നടുക്കും അതുപോലെ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ 2 കാലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെയും കൂടെ നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു അശോക ചക്രം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ അതിൻ്റെ ബാക്കിലും നമ്മൾ ചെയ്യാൻ കേട്ടോ. എന്നാലേ നമ്മളത് സ്റ്റേണായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ ആ ഒരു പേപ്പർ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഫോൾഡായിട്ട് പോകും. അപ്പം നമ്മൾ ആ ഒരു പേപ്പർ ഫാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഒരു പേപ്പർ ഫാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബെൻഡായിട്ട് പോകുന്നൊന്നുമില്ല. നല്ല സ്റ്റേൺ ആയിട്ടുള്ള നല്ലൊരു പേപ്പർ ഫാൻ തന്നെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്രാഫ്റ്റ് നമ്മൾ എന്താ നോക്കട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ചൊരു വീതി കുറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ ആ ഒരു ഗ്രീൻ കളർ ആദ്യം എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വീതി കുറഞ്ഞ രീതിയിലൊന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. എത്ര വീതി കുറയുന്നു അത്രയും ഭംഗിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ ഒരു ഓറഞ്ചും വൈറ്റും ഒക്കെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു 3 പേപ്പറും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് തന്നെ ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു നീറ്റായിട്ട് കിട്ടുള്ളൂ. ആ ഇങ്ങനെ കാണാത്ത രീതിയിലൊന്നും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു 3 പേപ്പേഴ്സ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയതിന് ശേഷം ഒന്നിങ്ങനെ നിവർത്തി നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഫാൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. റൗണ്ടായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിന് ആ ഒരു 2 സൈഡും കൂടെ ഒന്നിങ്ങനെ 2 എൻഡും കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്രീനും ഓറഞ്ചും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അതൊന്നിങ്ങനെ വിടർത്തി നോക്കുക. അപ്പോൾ നല്ലൊരു പേപ്പർ റോസറ്റിനെ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പേപ്പർ റോസറ്റ് അല്ല ഉണ്ടാക്കുന്നത്, ഒരു പേപ്പർ ബാഡ്ജ് പോലെയാണ് ഉണ്ടാക്കുന്നത്, ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ. പിന്നെ ഞാൻ ഈ ഒരു 3 കളറിൽ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊരു റിബൺ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 3 സ്ട്രിപ്പായിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു എൻഡിൽ ഞാൻ റിബണിൻ്റെ താഴെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ പകുതിയായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു മെയിനായിട്ടുള്ള ഒരു അശോക ചക്രം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കുഞ്ഞ് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്നിങ്ങനെ നടുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് പേപ്പറിലും അശോക ചക്ര പോലെ ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടും പിന്നെ നേരത്തെ നമ്മൾ ചെയ്തതാണല്ലോ, അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു പേപ്പർ അതിൻ്റെ താഴെ ഭാഗം ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം, എന്നാലും നല്ലൊരു സ്റ്റേൺ ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പർ റിബൺ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം ഞാൻ ആ ഒരു 3 റിബണും കൂടെ ഒന്നിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ ആ ഒരു ബ്ലൂ കളർ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്നിങ്ങനെ ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ ഹാങ് ചെയ്തിരുന്ന രീതിയിലൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ പേപ്പർ ബാഡ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ബാഡ്ജായിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ ഒരു വൈറ്റ് പേപ്പർ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൽ നമ്മളിങ്ങനെ സേഫ്റ്റി പിന്നൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ പിൻ ചെയ്തിട്ടിടുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു സംഭവമാണിത്. ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ 3 എണ്ണം കൂടി ഒരുമിച്ച് ചെയ്യാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ ഓൾറെഡി ഇങ്ങനെ വീഡിയോ ലെങ്ത് ആയപ്പോൾ ഞാനതങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതാണ്.
അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് ക്രാഫ്റ്റിൽ കണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ 2 ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പേപ്പർ ഫാനും അതുപോലെ നമ്മൾ ആ ഒരു പേപ്പർ ബാഡ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. സ്കൂളിലൊക്കെ ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഈ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞാലും നമുക്കിത് ഫാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ നല്ലൊരു ചൂടുകാലമാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി ഞാൻ ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് വായിക്കാം കേട്ടോ. തൻഹ, വിൻസെൻറ്റ്, അൻമേരി, അനോഷ്, ജാസ്മിൻ, സിദ്രാസാൻ, ശ്രേയ മറിയ, ഫൈസാൻ, ഫർഹാന മിസ്രിയ, റിൻഷ, അരുണിമ രാജ്, സീബ, ജിയ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സഫയ്ക്കും ട്രീസക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ജാനുവരി 25 വെഡിങ് ആനിവേഴ്സറി ഉള്ള ഉദയയ്ക്കും സന്തോഷിനും എല്ലാവർക്കും ഞാനൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഹായ് പറയാനുള്ളവർക്കൊക്കെ ഞാൻ നെക്സ്റ്റ് ഡേ പറയാം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.